ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം ഏത് സമയവും ഹമാസ് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചേക്കാമെന്നാണ് റിപ്പോർട്ട്. ഗസയിലെ 3 വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നാകും ബന്ദി കൈമാറ്റം. ഇസ്രായേൽ തടവറയിലുള്ള ഹമാസിന്റെയും ഫതഹിന്റെയും നേതാക്കളടക്കം 1950 പേരും ചൊവ്വാഴ്ച മോചിതരാകും. നാളെ കെയ്റോയിൽ നടക്കുന്ന വെടിനിർത്തൽ ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് അടക്കം ലോക നേതാക്കൾ പങ്കെടുക്കും. ഗസയിൽ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ഉടനെത്തിയേക്കും. വിവരങ്ങളുമായി ബി കെ സുഹൈലും അഫ്താബ് റഹ്മാനുമാണ് ചേരുന്നത്. ബി കെ സുഹൈലിലേക്ക്. സുഹൈൽ, എല്ലാവരും ഉറ്റുനോക്കുന്നത് ഗസയിലേക്കാണ്. ഇക്കഴിഞ്ഞ 2 വർഷമായി ഹമാസ് അത്ഭുതകരമായി ഒളിപ്പിച്ചു വെച്ച ബന്ദികൾ, ഇസ്രായേലി ബന്ദികൾ, അവരെ പുറത്തിറക്കുകയാണ്, മോചിപ്പിക്കുകയാണ്, അവരെ ഇസ്രായേലിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാകും, എപ്പോഴാകും, എവിടെ വെച്ചാകും എന്നൊക്കെയാണ് അറിയേണ്ടത്. എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ദിവ്യ, ഏറ്റവും മനോഹരമായ ചില കാഴ്ചകൾ അതിനുവേണ്ടി ലോകം കാത്തിരിക്കുന്നു. ഗസ യുദ്ധം അവസാനിക്കുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായി തന്നെ ഈ ബന്ദിമോചനമാണ് ലോകമാകെ കാണുന്നത്. കഴിഞ്ഞ 2 വർഷമായി എവിടെയാണ് ഈ ബന്ദികൾ ഒളിപ്പിച്ചിരുന്നത് എന്നോ അവരെവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പോലും ലോകത്തിന് ആർക്കും അറിയാനില്ലായിരുന്നു. അത് ഹമാസിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ചടുലമായ ചില നീക്കങ്ങളാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഏത് സമയവും ഹമാസിന് വേണമെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കാം. റെഡ് ക്രോസിന്റെ പ്രവർത്തകർ അവർ ഇസ്രായേലുമായും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഹമാസുമായും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവർ ഇപ്പോൾ എവിടെയാണുള്ളത് എന്നും എവിടെ വെച്ചാണ് കൈമാറ്റം നടക്കുക എന്നതുമുള്ള കാര്യവും ഇപ്പോൾ റെഡ് ക്രോസ് പ്രവർത്തകരുമായി ഹമാസ് പ്രവർത്തകർ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അതിൽ ചില ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഖാൻ ഒരു ആശുപത്രിയിലേക്ക് ഈ ബന്ദികളിൽ ചിലരെ മാറ്റിയിരിക്കുന്നു എന്നും അവിടെ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളുള്ള ടെസ്റ്റുകൾ നടക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അങ്ങനെയാണെങ്കിൽ 3 ലൊക്കേഷനുകളിലായിരിക്കും ഈ ബന്ദി കൈമാറ്റം ഉണ്ടാവുക. പക്ഷെ കഴിഞ്ഞ തവണയെല്ലാം നമ്മൾ കണ്ടതുപോലെയുള്ള വലിയ ആഹ്ലാദ പ്രകടനങ്ങളോ അതേപോലെ തന്നെ വലിയ ശക്തി പ്രകടനമോ പാടില്ല എന്നൊരു നിർദ്ദേശം ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഹമാസ് അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ പോലും ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആ ബന്ദിമോചനത്തിന് 3 ലൊക്കേഷനുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഫൈനൽ ആകേണ്ടതുണ്ട്. ഇതേ സമയത്ത് തന്നെ ചില ചിലക്കിട്ട നീക്കങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു. ഈ 20 ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിന് പകരമായി ഏതൊക്കെ പലസ്തീൻ ബന്ദികളെയാണ് ഇങ്ങോട്ട് തിരിച്ചയക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1900-ഓളം വരുന്ന പലസ്തീൻ ബന്ദികളെ ഇസ്രായേൽ വിട്ടയക്കേണ്ടതുണ്ട്. അതിൽ ഒരു ഫൈനൽ ബിസിനസ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതിൽ ഹമാസിന്റെയും അതേപോലെ തന്നെ ഫതഹിന്റെയും എല്ലാം ഇസ്ലാമിക് ജിഹാദിന്റെയും എല്ലാം പ്രമുഖരായിട്ടുള്ള നേതാക്കളുണ്ട്. ആ നേതാക്കളെ ഒരിക്കലും വിട്ടു നൽകില്ല എന്നുള്ളതാണ്. നവാൻ ബർഗൂത്തിയെ പോലെയുള്ള വളരെ പ്രമുഖരും ജനപ്രിയ നായകരുമായിട്ടുള്ള ആളുകളുണ്ട്. അവരെ ഒന്നും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷെ അക്കാര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളുമായി ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രതിനിധികളും ഹമാസിന്റെ പ്രതിനിധികളും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ്. ഏതായിരുന്നാലും US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് ഏത് നിമിഷവും മോചനം നടക്കാം എന്നുള്ളതാണ്. ആ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇസ്രായേലി മാധ്യമങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ തിങ്കളാഴ്ച രാവിലെ എന്ന് പറയുന്ന ഈ ബന്ദിമോചനം അതിന് മുമ്പ് തന്നെ സംഭവിക്കാം. പ്രത്യേകിച്ചും ചടങ്ങുകളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അർദ്ധരാത്രി ഈ ബന്ദികളെ കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതടക്കമുള്ള ചില പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ചെല്ലവീവിൽ, ജെറുസലേമിൽ, അതേപോലെ തന്നെ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ ഈ ബന്ദികൾ വരുന്നതും കാത്തിരിക്കുകയാണ്. അവരെല്ലാവരും കഴിഞ്ഞ 2 വർഷമായി പ്രതീക്ഷിച്ചിരുന്നത് ഈ ബന്ദികൾക്ക് വേണ്ടിയാണ്. അതിൽ 20 പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ് എന്ന അത്ഭുതം പല ആളുകൾക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ബന്ധുക്കൾ, അതേപോലെ തന്നെ അവരുടെ മക്കൾ, അവരുടെ ഭാര്യമാർ, ഇവരെല്ലാവരും തന്നെ ആ ബന്ദിമോചനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അവിടെ US പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ ഉണ്ട്. അതിന് പുറമെ നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി അവിടേക്ക് എത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഡൊണാൾഡ് ട്രംപ് കൂടി അവിടെ സന്നിഹിതമായ സമയത്തായിരിക്കും ഈ ബന്ദിമോചനം നടക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനു മുമ്പ് ഇന്നത്തെ രാത്രി എന്തും സംഭവിക്കാം. പക്ഷേ നാളെ രാവിലത്തോടുകൂടി പ്രാദേശിക സമയം 9:00 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ വിമാനമിറങ്ങും. അതിനുശേഷം ഇസ്രായേലി പാർലമെന്റായ നെസറ്റ്യെ സംസാരിക്കും. അതിനുശേഷം ഇപ്പോൾ മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളുമായി ഡൊണാൾഡ് ട്രംപ് സംസാരിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈജിപ്തിലെ ശർമ ഷേഖിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വെടിനിർത്തൽ ഉച്ചകോടിയിൽ സംബന്ധിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ദിമോചനം കഴിഞ്ഞാൽ അടുത്തത് റഫ അതിർത്തി തുറക്കുന്നത് തന്നെയാണ് വല്ലാത്തൊരു കാഴ്ച. കാരണം കഴിഞ്ഞ 2 വർഷമായി അടുത്തിടെയാണ് പട്ടിണി അതിരൂക്ഷമായിരുന്നു.
നിരവധി കുഞ്ഞുങ്ങളടക്കം ആ പട്ടിണിയിൽ മരണപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിന് സാക്ഷ്യം വഹിക്കേണ്ടിയും വന്നു. അത്ര ദാരുണമായ ഒരു സംഭവമൊക്കെയായിരുന്നു അവിടെയൊക്കെ നടന്നു വന്നിരുന്നത്. അപ്പോൾ സഹായ വസ്തുക്കൾ എത്തിച്ചേരുക എന്നത് വലിയൊരു കാര്യമാണ് ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ച്. എപ്പോഴായിരിക്കും റഫ അതിർത്തി തുറക്കുക? ദിവ്യ, നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ ചില അതിർത്തികൾ തുറന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം. പല അതിർത്തി പ്രദേശങ്ങളും തുറന്ന് അങ്ങോട്ട് സഹായ ട്രക്കുകൾ എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. എത്രമാത്രം ട്രക്കുകൾ എത്തി എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത പറയേണ്ടതുണ്ട്. പക്ഷേ UN പല ഏജൻസികളും പറയുന്നത് ഭക്ഷ്യവസ്തുക്കൾ അതേപോലെ തന്നെ അവശ്യ സാധനങ്ങളുമായി ട്രക്കുകൾ എത്തി എന്നുള്ളതാണ്. ഈജിപ്തിന്റെ ഭാഗത്ത് ഇവിടേക്ക് ഇന്ന് വരാൻ തയ്യാറായി 400 ട്രക്കുകളാണ് ഉണ്ടായിരുന്നത് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും വിവിധ UN സഹായ കേന്ദ്രങ്ങളിൽ ഭക്ഷണ വിതരണവും അതേപോലെ തന്നെ സഹായ വിതരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം, 2 വർഷത്തിന് ശേഷം ഇതാദ്യമായി ഗസയിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ, അതായത് വാതക സിലിണ്ടറുകൾ എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. ഗസക്കാരെല്ലാം വളരെ സന്തോഷത്തോടുകൂടിയാണ് ആ വാർത്ത കേൾക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായി ഗ്യാസ് സിലിണ്ടറുകൾ അവിടേക്ക് എത്തിയിരുന്നില്ല. അത് ഇസ്രായേൽ തടയുകയായിരുന്നു. സാധാരണ വിറക് ഉപയോഗിച്ച് അതേപോലെ തന്നെ മരക്കഷ്ണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ 2 വർഷവും ഗസയിലുള്ള ആളുകൾ അവരുടെ ഭക്ഷണം പാചകം ചെയ്തിരുന്നത്. ഇതാദ്യമായി അവിടേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ അടക്കമുള്ള കാര്യങ്ങൾ എത്തുന്നു, അവശ്യ മരുന്നുകൾ എത്തുന്നു, അതേപോലെ തന്നെ സംവിധാനങ്ങൾ എത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായി ഗസക്കാർ നടത്തിയ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും ഒരു ബാക്കി പത്രം, ഒരു ഫലം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിജയാഹ്ലാദം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ പറയേണ്ട കാര്യം, സങ്കടകരമായിട്ടുള്ള നിരവധി കാഴ്ചകൾ ഗസയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം വടക്കൻ ഗസയിലേക്കെല്ലാം തിരിച്ചു ചെല്ലുന്ന ആളുകൾ കാണുന്നത് മുഴുവൻ ഡിസ്ട്രക്ഷൻ, ആകെ തകർന്നു കിടക്കുന്ന ഒരു മരുഭൂമി പോലെ കിടക്കുന്ന മൺകൂരകളാണ് ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ. അതിനിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങളുടെ അസ്ഥികൂടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 150-ലധികം മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതേപോലെ തന്നെ പല മരണങ്ങളും അത് നടന്നു കഴിഞ്ഞു എന്ന് ഉറപ്പാക്കുന്നത് അവർ ഇപ്പോഴാണ്. തങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടതിന്റെ കാഴ്ചകൾ, ചെറിയ കുട്ടികൾ വരെ കരയുന്ന ആ വീടുകൾക്കിടയിൽ തങ്ങളുടെ അച്ഛനെയും അമ്മയെയും എല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കാഴ്ചകൾ, അങ്ങനെ വലിയ ദുരന്തത്തിന്റെ കാഴ്ചകൾ മറുഭാഗത്ത്. പക്ഷേ ആദ്യഘട്ടമാണല്ലോ നടപ്പാക്കാൻ പോകുന്നത് സുഹൈൽ. നാളെ നടക്കുന്ന വെടിനിർത്തൽ ഉച്ചകോടിയിൽ തുടർ ഘട്ടങ്ങളെ കുറിച്ച് ഒരു ധാരണയിൽ എത്തിച്ചേരുമെന്ന് തന്നെയാണോ സൂചന? ദിവ്യ, നാളത്തെ ഒരു സമ്മേളനം എന്ന് പറയുന്നത്, ഈ കൈറോ സമ്മിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമ്മിറ്റ് ആണ്. അവിടെ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന് ചില വാചകമടികൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് കാര്യം തർക്കമില്ല. ഒരു പക്ഷേ കഴിഞ്ഞ 2000 വർഷം ഒക്കെ പഴക്കമുള്ള ഒരു വലിയ തർക്കം അത് ഞാൻ പരിഹരിച്ചു എന്നൊക്കെ ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുമായിരിക്കും. ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഡീൽ അവിടെ ഉണ്ടായതായിട്ടുള്ള ഒരു പ്രഖ്യാപനവും അതിന്റെ ചില സാക്ഷ്യപത്രങ്ങളുടെ പ്രകാശനവും ഒക്കെ ഉണ്ടാവും. ഒരു ഭാഗത്ത് ഡൊണാൾഡ് ട്രംപും മറുഭാഗത്ത് ഖത്തറിന്റെയും അതേപോലെ തന്നെ ഈജിപ്തിന്റെയും തുർക്കിയുടെയും പ്രതിനിധികളൊക്കെ നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോഷൂട്ടൊക്കെ അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ നാളെ തന്ത്രപ്രധാനമായിട്ടുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നില്ല, ചില പ്രഖ്യാപനങ്ങൾ നടക്കും. പക്ഷേ അത് വളരെ നിർണായകമാണ്. കാരണം 20-ലധികം വരുന്ന രാജ്യങ്ങളിലുള്ള തലവന്മാർ അവിടേക്ക് എത്തുന്നു. UN സെക്രട്ടറി ജനറൽ എത്തുന്നു. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും അവിടേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതീകാത്മക ചിത്രം നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ തവണ നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു ഒക്ടോബർ 7 ആക്രമണത്തിലേക്ക് വരെ കാരണമായത് അദ്ദേഹത്തിന്റെ അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന സമാധാന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ആ അബ്രഹാം അക്കോർഡിന്റെ ആദ്യത്തെ ഒരു പ്രഖ്യാപനം നടക്കുന്ന ഘട്ടത്തിൽ പശ്ചിമേഷ്യയിലെ സമാധാന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് അവതരിപ്പിച്ച ആ പദ്ധതി അത് അവതരിപ്പിക്കുമ്പോൾ ഇസ്രായേലിനെ മാത്രമായിരുന്നു അവിടേക്ക് ക്ഷണിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇസ്രായേലിന്റെ ഒരു പദ്ധതിയാണ് എന്നുള്ള വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഒരു പ്രതികാരം, അതിനൊരു എന്തായാലും ബന്ദിമോചനം ഏത് നിമിഷവും ഉണ്ടാകും എന്ന് തന്നെയാണ് വിവരങ്ങൾ. അതിനായി കാത്തിരിക്കുകയാണ് ലോകം. അഫ്താബ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. അഫ്താബ്, എന്തായാലും ഗസയിലെ വെടിനിർത്തലിന് പിന്നാലെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം അത് സാധാരണ രീതിയിലേക്ക് നീങ്ങും എന്ന പ്രതീക്ഷ ഷിപ്പിംഗ് കമ്പനികൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ വഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം തുടങ്ങിയതോടെ ഈ ഷിപ്പിംഗ് നിരക്കുകളൊക്കെ വലിയ രീതിയിൽ വർദ്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്നില്ല. അപ്പോൾ എത്ര ആകാംക്ഷയോടുകൂടിയാണ് ഈ ചെങ്കടൽ വഴിയുള്ള ഈ ഗതാഗതം പഴയ രീതിയിലേക്ക് മാറുന്നതിനെ ഗൾഫ് രാജ്യങ്ങൾ അടക്കം ഉറ്റുനോക്കുന്നത്?
അമൃത, ഇപ്പോൾ ഈ വാർത്തയിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നിലപാടെടുക്കേണ്ടത് ഹൂത്തികൾ തന്നെയാണ്. നമുക്കറിയാം, ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് ഏതാണ്ട് 736 ദിനം നീണ്ട അവരുടെ ചെറുത്തുനിൽപ്പ് അതിനോളം സമാനമായിരുന്നു യമനിലെ ഹൂത്തികളുടെയും ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത്. കാരണം ലോകം ഒരിക്കലും അത്രയധികം അറബ് മേഖലയിൽ മാത്രം സജീവ ചർച്ചയായിരുന്ന ഹൂത്തികൾ എന്നറിയപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗം അവർ ഏതാണ്ട് 2 വർഷത്തോളം നീണ്ട ഈ യുദ്ധത്തിലുടനീളം ഇസ്രയേലിനെ പ്രതിരോധിച്ചുകൊണ്ട് ഗസക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിലയുറപ്പിച്ചു എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. കാരണം ചെങ്കടൽ വഴിയുള്ള യാത്ര പൂർണ്ണമായും താറുമാറായി എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു പ്രത്യാഘാതം. എന്ന് വെച്ചാൽ ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളായ മേഴ്സ്ക്, ഒപ്പം തന്നെ എവർഗ്രീൻ, ഹെപ്പക്ലോയിഡ് ഇതുപോലെയുള്ള വൻകിട കമ്പനികളെല്ലാം തന്നെ ചരക്കുനീക്കം നടത്തിയിരുന്നത് ഈജിപ്തിലെ സൂയസ് കനാൽ വഴിയായിരുന്നു. ഇതുവഴി പോകാൻ സാധിക്കാത്ത വിധം ആക്രമണം നടന്നു. എന്ന് മാത്രമല്ല, അതിന് തിരിച്ചടിയായിക്കൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും US-ന്റെ ഭാഗത്തു നിന്നും ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും നിരന്തരം എന്നോണം ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടന്നു. അവരുടെ നേതാക്കളെ വധിച്ചു. എന്നിട്ടും ഈ വെടിനിർത്തൽ നടക്കുന്നതിന്റെ അവസാന ദിവസം വരെ അവർ ചെറുത്തുനിന്നു, കപ്പലുകൾ ആക്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇതിന്റെ ഒരു വലിയ പ്രത്യാഘാതം, ഇത് ആഗോളതലത്തിൽ ഉണ്ടാക്കിയ ഒരു ആഘാതം വലുതാണ്. ഷിപ്പിംഗ് നിരക്കുകൾ 3 ഇരട്ടി 4 ഇരട്ടിയായി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴുള്ള ഒരു കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ലൈനായ മേഴ്സ്കിന്റെ ഓഹരി ഇടിഞ്ഞു എന്നുള്ളതാണ്. ഇത് തരത്തിലുള്ള മാജിക്കാണ്. അതായത് ലോകത്തെ ഷിപ്പിംഗ് ലൈനുകൾ ഒന്നടങ്കം നിരക്കുകൾ വർദ്ധിപ്പിച്ച സാഹചര്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ വെടിനിർത്തൽ നടക്കാൻ പോകുന്നതെന്നറിയുമ്പോൾ അവരുടെ ഓഹരികൾ താഴേക്ക് ഇടിയുകയാണ്. എന്ന് വെച്ചാൽ ഹൂത്തികൾ ഒരു പക്ഷേ ആക്രമണത്തിൽ പിൻവാങ്ങിയേക്കാം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട സൂചന. പക്ഷേ ഇതിലൊരു കാര്യം നിർണായകമാണ്. നാളത്തെ ട്രംപിന്റെ സന്ദർശനം അതിൽ നിർണായകമാണ്. ഈ വെടിനിർത്തൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതും നിർണായകമാണ്. കാരണം വെടിനിർത്തലിൽ ഏതെങ്കിലും വീഴ്ച ഇസ്രായേൽ വരുത്തിയാൽ സമാനമായ രീതിയിൽ തന്നെ പ്രതിരോധം തുടരുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്ന കാര്യം, കെന്നസെറ്റിൽ ട്രംപ് നടത്തുന്ന പ്രഭാഷണ പരിപാടിയിൽ അവർ നെതന്യാഹു പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം പറയുന്നത് ട്രംപിന്റെ ഈ പീസ് പ്ലാൻ എന്ന് പറയുന്നത് അതൊരു ഇല്യൂഷനാണ്, അതൊരു കൺകെട്ട് മാത്രമാണ്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം കൂടി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വെടിനിർത്തലിന്റെ ഭാവി എന്ത് എന്നുള്ളത് നിർണായകമാണ്. ഏതായിരുന്നാലും വെടിനിർത്തൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഗൾഫ് മേഖലയിൽ ഒന്നടങ്കം ആശ്വാസം ഉണ്ടാക്കും. ചെങ്കടൽ വഴി കപ്പൽ ഗതാഗതം അത് പഴയ രീതിയിലേക്ക് മാറുന്നതിനെ വലിയ പ്രതീക്ഷയോടുകൂടി ഷിപ്പിംഗ് കമ്പനികളും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും നോക്കിക്കാണുകയാണ്. അഫ്താബ് റഹ്മാനും ഒപ്പം BK സുഹൈലുമാണ് വിവരങ്ങൾ നൽകിയത്. നാളെ ഈജിപ്തിലെ ഷറം ഷൈഖിൽ നടക്കുന്ന ഗസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷേൽ അഹമ്മദ് ജാബിർ അസബാഹിന് ക്ഷണം. ഉച്ചകോടിയിലേക്ക് അമീറിനെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് കുവൈറ്റിലെ ഈജിപ്ത് അംബാസിഡർ മുഹമ്മദ് അബു അൽ വഫ കൈമാറി. ഗസയിലെ ജനങ്ങൾക്ക് സഹായവുമായി കുവൈറ്റിന്റെ മനുഷ്യാവകാശ ദൌത്യം തുടരുന്നു. 40 ടൺ ഭക്ഷ്യവസ്തുക്കളുമായി കുവൈറ്റ് അയച്ച വിമാനം തിങ്കളാഴ്ച ഈജിപ്തിലെ അൽ അരീഷ് വിമാനത്താവളത്തിലെത്തി. വിദേശകാര്യ, പ്രതിരോധ, സാമൂഹ്യകാര്യ മന്ത്രാലയങ്ങളുമായി ചേർന്ന് കുവൈറ്റ് റെഡ് ക്രസന്റ് സൊസൈറ്റിയാണ് സഹായ വിതരണം ഏകോപിപ്പിക്കുന്നത്. നമുക്കിനി ഗൾഫിലെ മറ്റു വാർത്തകളിലേക്ക് കൂടി വിശദമായി തന്നെ നോക്കാം. ഒമാനിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൊഴിൽ മന്ത്രാലയം. ഈജിപ്തിലുണ്ടായ വാഹന അപകടത്തിൽ 3 ഖത്തറി ഉദ്യോഗസ്ഥർ മരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സൗദി സന്ദർശനം മാറ്റിവെച്ചതായി സംഘാടകർ തന്നെ അറിയിച്ചിട്ടുള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമൊക്കെയായി മസ്കറ്റിൽ നിന്ന് അലി കുട്ടായി, ഒപ്പം സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ എന്നിവർ ചേരുകയാണ്. അലിക്കുട്ടായിലേക്കാണ്. അലി, ഗാർഹിക തൊഴിലാളികളുടെ അതുപോലെ തന്നെ സമാന പദവിയിലുള്ളവരുടെയും ഒക്കെ ജോലികൾക്കുള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങളും ഒക്കെ പ്രഖ്യാപിച്ച ഒമാൻ തൊഴിൽ മന്ത്രാലയം എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്? ഈ ജോലി സമയം, അവരുടെ അവധി ദിവസങ്ങൾ, ശമ്പള വിതരണം തുടങ്ങിയവ സംബന്ധിച്ചൊക്കെ എന്തൊക്കെ വ്യവസ്ഥകളാണ് അതിൽ ഉൾപ്പെടുന്നത്? ധന്യ, തൊഴിൽ മന്ത്രാലയം ഇന്ന് പുറപ്പെടുവിച്ച തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ ഈ ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ആരാണ് ഗാർഹിക തൊഴിലാളികൾ എന്ന് സംബന്ധിച്ച് കൃത്യമായി തൊഴിൽ മന്ത്രാലയം പറയുന്നുണ്ട്. അതിൽ തന്നെ സ്വകാര്യ ഡ്രൈവർമാർ ഗാർഹിക തൊഴിൽ പരിധിയിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ തോട്ടക്കാർ, കാർഷിക തൊഴിലാളികൾ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഗാർഡുകൾ, അതേപോലെ തന്നെ ഹോം ഹെൽത്ത് അസിസ്റ്റന്റുമാർ, സ്വകാര്യ നഴ്സുമാർ, ഹോം പാചകക്കാർ,
ഒട്ടകം, കന്നുകാലികൾ, കുതിര വളർത്തുന്നവർ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ തുടങ്ങി ഇത്തരം തൊഴിലുകളുമായി ബന്ധപ്പെട്ട എല്ലാവരും ഗാർഹിക തൊഴിലിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. ഇവരുടെ ശമ്പളം, അതുപോലെ തന്നെ അവധി, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ തൊഴിൽ മന്ത്രാലയം വ്യക്തത വരുത്തിയ ഒരു കാര്യം, ദിവസവും 12 മണിക്കൂർ ജോലി എന്നതാണ് ഗാർഹിക തൊഴിലാളികളെ കൊണ്ട് എടുപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ് കൃത്യമായി തൊഴിൽ മന്ത്രാലയം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ 2 മണിക്കൂർ അധികമായി നിങ്ങൾ ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ അധിക പണം ശമ്പളമായി അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറണമെന്നും പറയുന്നുണ്ട്. ഇത് തന്നെ തൊഴിലാളിയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അധിക സമയം അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ അസുഖ സംബന്ധമായ കാര്യങ്ങളിൽ അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന പക്ഷം അവർക്ക് ആഴ്ചയിൽ വിശ്രമത്തിന് അനുമതി നൽകണമെന്ന് കൂടി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർഷത്തിൽ 21 ദിവസത്തെ ലീവ് ഈ ഗാർഹിക തൊഴിലാളികൾക്ക് അവർക്ക് അതിന് അർഹതയുണ്ടെന്നും പറയുന്നുണ്ട്. അവരുടെ വേതനം, ശമ്പളം കൃത്യമായി ഏതാണോ മാസം അവരെ ജോലിക്കെടുത്തത് ആ മാസം അവസാനിക്കുമ്പോൾ അവരുടെ ശമ്പളം കൃത്യമായി അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറണമെന്നും ഇത് 7 ദിവസത്തിലധികം പോകരുത് എന്നുകൂടി തൊഴിൽ മന്ത്രാലയം കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ തൊഴിലിടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവർ കൃത്യമായി ഭക്ഷണം, അതുപോലെ തന്നെ താമസ സൗകര്യം, അതുപോലെ ഇവർ തൊഴിൽ സ്ഥലത്ത് നിന്ന് അധിക ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ അങ്ങോട്ടുള്ള വാഹന സൗകര്യവും തൊഴിലുടമ കൃത്യമായി തൊഴിലാളികൾക്ക് അനുവദിച്ചു കൊടുക്കണമെന്നത് കൂടി തൊഴിൽ മന്ത്രാലയം പറയുന്നുണ്ട്. കൃത്യമായി ഈ രീതിയിലൊക്കെ തന്നെയാണ് പോകുന്നത്. അതുപോലെ തൊഴിലാളികളെ നിയമിക്കുന്നതിന് ഒരു തരത്തിലുള്ള തൊഴിലാളികളെ നിയമിക്കുന്നതിന് ഒരു തരത്തിലുള്ള പ്രോസസ്സിംഗ് ഫീസും അവരിൽ നിന്ന് ഈടാക്കരുത് എന്നത് കൂടി തൊഴിൽ മന്ത്രാലയം പറയുന്നുണ്ട്. 21 വയസ്സിന് താഴെയുള്ള ആരെയും ഗാർഹിക തൊഴിലിന് നിയമിക്കരുതെന്ന് കൂടി ഒമാൻ തൊഴിൽ മന്ത്രാലയം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരസ്യ ഏജൻസികൾക്കുള്ള മുന്നറിയിപ്പ് കൂടി തൊഴിൽ മന്ത്രാലയം നൽകുന്നുണ്ട്. നിറത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ തൊഴിലാളികൾ ഉണ്ട് എന്ന പേരിൽ പരസ്യം നൽകാൻ ഒരിക്കലും അനുവദിക്കരുതെന്ന് പറയുന്നുണ്ട്. കൃത്യമായി ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായാൽ, അതായത് തൊഴിലാളിയെ ഉപദ്രവിക്കുക, അതുപോലെ തന്നെ തൊഴിലാളിയുടെ സമ്മതമില്ലാതെ പാസ്പോർട്ടോ മറ്റ് അവരുടെ വ്യക്തിഗതമായ രേഖകളോ കൈവശം വെക്കുക പാടില്ല. അങ്ങനെയുള്ള നിയമലംഘനങ്ങൾ തടഞ്ഞാൽ കൃത്യമായി തൊഴിലാളികൾക്ക് തൊഴിൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാം. ഇതുമായി സംബന്ധിച്ച ഫീസുകളും മറ്റു കാര്യങ്ങളൊക്കെ തൊഴിലുടമകളിൽ നിന്ന് തന്നെ ഈടാക്കും കാര്യം കൂടി പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്, അതായത് ജോലി സമയവും അവരുടെ വേതനവും അവരുടെ ഈ കാര്യങ്ങളൊക്കെ തൊഴിൽ മന്ത്രാലയം പറയുന്നത്. കൃത്യമായി ഇത് പാലിക്കണമെന്നും തൊഴിലുടമകളോട് പറയുന്നുണ്ട്. ധന്യ. യെസ്, വിവരങ്ങളാണ് അലി കൂട്ടായി മസ്കത്തിൽ നിന്ന് നൽകിയത്. മറ്റൊരു പ്രധാന വാർത്തയുള്ളത്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൗദി സന്ദർശനം മാറ്റിയതായി സൗദിയിലെ സംഘാടക സമിതികൾ തന്നെ അറിയിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം. സൗദിയിൽ സന്ദർശിക്കേണ്ടിയിരുന്ന നവംബർ 17-ന് ബഹ്റൈനിലേക്കാണ് മുഖ്യമന്ത്രി എത്തുക എന്നാണ് സംഘാടക സമിതി പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ എന്ന് നോക്കാം. അഫ്താബ് റഹ്മാനാണ് ചേരുന്നത്. അഫ്താബ്, എന്താണ് സംഘാടക സമിതികൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നൽകുന്ന അപ്ഡേറ്റ്? ധന്യ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്, ഗൾഫിലേക്കുള്ള സന്ദർശനത്തിന് ഭാഗികമായിട്ടുള്ള അനുമതിയാണ് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ 3 ഇടങ്ങളിലായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനം തീരുമാനിച്ചിരുന്നത്. 17-ന് ദമാമിൽ, 18-ന് ജിദ്ദയിൽ, 19-ന് റിയാദിൽ. ഈ തരത്തിൽ 3 ദിനങ്ങളിലായിട്ടായിരുന്നു സൗദി അറേബ്യയിലെ സന്ദർശനം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് സന്ദർശനത്തിന് ഇതുവരെ അനുമതി ആയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ 17-ാം തീയതിയിലെ സന്ദർശനം മാറ്റിയത് ബഹ്റൈനിലേക്കാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയിലുള്ള മലയാളം മിഷന്റെയും ഇടതുപക്ഷ സഹയാത്രിക സംഘടനകളുടെയും അവർ അറിയിക്കുന്നത് പ്രകാരമാണെങ്കിൽ ഇതുവരെ കേന്ദ്രത്തിന്റെ അനുമതി ലഭ്യമായിട്ടില്ല. ഒരു പക്ഷേ അത് വരും ദിനങ്ങളിൽ ലഭ്യമായേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയും അവർ വെച്ചു പുലർത്തുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രമതി ലഭിച്ചാൽ മാത്രമായിരിക്കും സൗദി അറേബ്യയിൽ വരുവാനും ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുവാനും സാധിക്കുകയുള്ളൂ. മലയാളം മിഷന്റെ പരിപാടിയാണ് സൗദി അറേബ്യയിലും നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ കേന്ദ്രാനുമതി വേണം. ഒപ്പം തന്നെ സൗദി അറേബ്യക്ക് അകത്ത് ആഭ്യന്തരമായിട്ടുള്ള അനുമതികൾ വേണം. ഇതെല്ലാം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിന് സൗദിയിലേക്ക് എത്താനാവുക. എങ്കിൽ പോലും അതിനെ കേന്ദ്രം അനുവദിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ശരി, അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ഈജിപ്തിലുണ്ടായ വാഹനാപകടത്തിന്റെ വിശദാംശങ്ങൾ നൽകാനായി മുഹമ്മദ് അബ്ബാസ് ആണ് ചേരുന്നത്. അബ്ബാസ്, 3 ഖത്തറി ഉദ്യോഗസ്ഥരാണ് ആ അപകടത്തിൽ മരിച്ചത്. മേരിദിവാനിലെ ജീവനക്കാരാണ് മരിച്ചത്. എന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഗസയിലെ സമാധാന ചർച്ചകൾക്കായി, അതുപോലെ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഷർമു ഷെയ്ഖിലെത്തിയ നയതന്ത്ര പ്രതിനിധികൾക്ക് വേണ്ടി അവരുടെ സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി എത്തിയ ഉദ്യോഗസ്ഥരാണ് ഇന്ന് പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്.
അവർ ഖത്തരി അമീരി ദിവാനിലെ 3 ഉദ്യോഗസ്ഥരാണ്. നേരത്തെ ഇവർ നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്, ഈ അപകടത്തിൽ മരിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് വന്നിരുന്നത്. എന്നാൽ പിന്നീട് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയുണ്ടായി. അമീരി ദിവാനിലെ ഉദ്യോഗസ്ഥരാണ് മരിച്ചത്. ഷർമ ഷെയ്ഖിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെ തീരദേശ പാതയിലുണ്ടായ ഒരു അപകടത്തിൽ വെച്ചാണ് ഇവർ കൊല്ലപ്പെട്ടത്. ഖത്തർ അമീരി ദിവാനിലെ സൗദ് ബിൻ താമർ അൽ ഥാനി, അബ്ദുള്ള ഗാനിം അൽ ഖയാറിൻ, ഹസൻ ജാബർ അൽ ജാബർ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബ്ദുള്ള ഈസ അൽ കുവാരി, അഹമ്മദ് അബ്ദുൽ അസീസ് അൽ ബഅനൈൻ എന്നീ 2 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഇന്നു തന്നെ ഇവിടെ നിന്ന് കെയ്റോയിൽ നിന്ന് വിമാനമാർഗം പ്രത്യേക വിമാനത്തിൽ ദോഹയിൽ എത്തിക്കുകയുണ്ടായി. ഈ അപകടത്തിന് പിന്നാലെ ഖത്തറിന് അനുശോചനം അറിയിച്ച് സൗദി അതുപോലെ ജോർദാനും ഒക്കെ അനുശോചന സന്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്തു. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിലാണ് 3 ഖത്തരി ഉദ്യോഗസ്ഥർ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഈജിപ്തിലുണ്ടായ വാഹനാപകടത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിലാണ് 3 ഖത്തറി ഉദ്യോഗസ്ഥർ മരണപ്പെട്ടത്. ദോഹയിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക്. ഖത്തറിന്റെയും സൗദിയുടെയും അഭ്യർത്ഥന മാനിച്ച് പാകിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷം അവസാനിപ്പിച്ചെന്ന് അഫ്ഗാൻ. കാബൂളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗവൺമെന്റ് വക്താവ് ദബീഹുല്ല മുജാഹിദാണ് ഇക്കാര്യം അറിയിച്ചത്. അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷനിൽ 58 പാക് സൈനികർ കൊല്ലപ്പെട്ടെന്നും ദബീഹുല്ല പറഞ്ഞു. സൗദിയിൽ അനധികൃത ടാക്സി സർവീസ് നടത്തിയ 606 പേർ പിടിയിലായി. ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഒരാഴ്ചക്കിടെ പിടികൂടിയവരുടെ കണക്കാണ് പുറത്തുവന്നത്. ടാക്സി മേഖലയിൽ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ്. ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിശോധന. അനധികൃതമായി ടാക്സി സർവീസുകൾ നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. നിയമം ലംഘിച്ച് പ്രവർത്തിച്ച 606 ടാക്സി ഡ്രൈവർമാരാണ് ഇത്തരത്തിൽ പിടിയിലായത്. ഒക്ടോബർ 4 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ മാത്രം നടത്തിയ പരിശോധനയിലെ കണക്കാണിത്. ഇവരിൽ 244 പേർ അനധികൃതമായ യാത്രക്കാരെ കൊണ്ടുപോവുകയായിരുന്നു. 362 പേർ യാത്രക്കാരെ വിളിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. പിടികൂടുന്നവർക്ക് 20,000 റിയാൽ വരെ പിഴ ലഭിക്കും. 60 ദിവസം വരെ വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും. കുറ്റം ആവർത്തിച്ചാൽ വാഹനം പൊതുലേലത്തിൽ വിൽക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിദേശികളായ നിയമലംഘകർക്ക് നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കള്ളപ്പണം വെളുപ്പിക്കലും തീവ്രവാദ ധനസഹായവും തടയാൻ യുഎസുമായുള്ള സഹകരണം കുവൈറ്റ് വർദ്ധിപ്പിക്കുന്നു. കുവൈറ്റ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് മേധാവി US ട്രഷറി വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി ഉഭയകക്ഷി സഹകരണ വിഷയങ്ങളിൽ ചർച്ച നടത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിലും അന്താരാഷ്ട്ര സഹകരണ നിയമത്തിലും ഭേദഗതികൾ വരുത്തിയതായും കുവൈറ്റ് അറിയിച്ചു. സ്വകാര്യ മേഖലയ്ക്കായി ആന്റി മണി ലോണ്ടറിംഗ്, ആന്റി ടെററിസം ഫിനാൻസിംഗ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ പ്രവാസികളോട് ആഹ്വാനം ചെയ്ത് ഇൻകാസ് ഓണാഘോഷം. സ്ഥാനങ്ങൾക്ക് കടിപിടി കൂടാതെ എതിരാളികൾക്ക് ചുട്ട മറുപടി നൽകുമെന്നും ഇപ്പോഴുള്ളത് ടീം UDF ആണെന്നും VD സതീശൻ പറഞ്ഞു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. UDFന്റെ മുൻനിര നേതാക്കളെ മുഴുവൻ അണിനിരത്തിയായിരുന്നു അജ്മാനിൽ ഇൻകാസിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഓണാഘോഷം എന്നതിനേക്കാൾ ഉപരി തെരഞ്ഞെടുപ്പിനായി അണികളെ സജ്ജമാക്കുന്ന ഒരു പരിപാടിയായി ഇത് മാറുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസംഗവും അത്തരത്തിൽ തന്നെയായിരുന്നു. ഒരു മഹായുദ്ധത്തിനായി ഒരുങ്ങുക എന്നുള്ള ഒരു ആഹ്വാനമാണ് VD സതീശൻ അണികൾക്ക് നൽകിയത്. ഇപ്പോൾ കോൺഗ്രസ് മാത്രമല്ല, ടീം UDF ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് എന്നത് ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ജയിക്കണം എന്നൊരു ആഹ്വാനമാണ് നൽകിയിട്ടുള്ളത്. 100 സീറ്റോടുകൂടി UDF വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരും എന്ന് VD സതീശൻ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന വിധത്തിൽ ഇവിടെ പറയുകയും ചെയ്തു. അതോടൊപ്പം പറഞ്ഞത് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളോ അല്ല, കോൺഗ്രസ് ആണ് പ്രധാനം എന്നുള്ള ഒരു പ്രഖ്യാപനവും VD സതീശൻ ഇവിടെ നടത്തിയിരുന്നു. നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രസ്ഥാനത്തിന് ശക്തി പകരുകയാണ്, നേതാക്കളല്ല. VD സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലൊന്നുമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നേതാക്കൾ വന്നുപോകും, ഞങ്ങളടക്കമുള്ള നേതാക്കൾ വന്നുപോകും. നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും
ഏൽപ്പിക്കാതെ കാത്തുസൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമ. തെരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നവരാണ് പ്രവാസികൾ, പ്രത്യേകിച്ച് UAE-യിലെ പ്രവാസികൾ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനായി എല്ലാവരും, സാധിക്കുന്നവരെല്ലാവരും നാട്ടിലെത്തുകയും വോട്ട് ചെയ്യുകയും വേണമെന്ന് VD സതീശൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് 2026-ൽ എന്തൊക്കെ നടപ്പാക്കണം, 2030-ൽ എന്തൊക്കെ നടപ്പാക്കണം, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ പദ്ധതികൾ നടപ്പാക്കണം, ഏതൊക്കെ മന്ത്രാലയങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നുള്ള ഒരു പ്രഖ്യാപനം ജനുവരിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം ഈ ഓണാഘോഷ പരിപാടിയിൽ പറഞ്ഞിരുന്നു. അജ്മാനിൽ നിന്നും ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ. റിയാദിലെ CPM പോഷക സംഘടനയായ കേളി കലാ സാംസ്കാരിക വേദി സിൽവർ ജൂബിലി പരിപാടികൾ സംഘടിപ്പിച്ചു. ഒരു വർഷം നീളുന്ന പരിപാടികളിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖർ പങ്കാളികളാകും. കലാ, സാഹിത്യ, സാംസ്കാരിക പരിപാടികളും കായിക വിനോദ പരിപാടികളും ഉൾക്കൊള്ളുന്നതാണ് വാർഷികാഘോഷം. 2001 ജനുവരി 1 രൂപീകരിക്കപ്പെട്ട കേളി 2.5 പതിറ്റാണ്ട് നീണ്ട സംഘടനാ പ്രവർത്തനങ്ങളുടെ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. നവംബർ മുതൽ 13 മാസം നീണ്ടു നിൽക്കുന്നതാണ് പരിപാടികൾ. ഇതിന്റെ പ്രഖ്യാപനം റിയാദിൽ വിളിച്ചു ചേർത്ത വിവിധ സംഘടനകളുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ചു. ഇരുപത്തിയഞ്ചാം വാർഷികം എന്നുള്ളത് 25 വ്യത്യസ്ത പ്രോഗ്രാമുകളായി റിയാദ് കാണാത്ത തരത്തിലുള്ള ഓരോരോ പരിപാടികളായിട്ട് വളരെ ക്രിയാത്മകമായി വളരെ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന തരത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടും. വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന ബ്രെയിൻ ബാറ്റിലൂടെയാണ് തുടക്കം. കേരളത്തിലെ സാഹിത്യകാരന്മാരെ എത്തിച്ച് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, മെഗാ ഷോ, നാടക, ഫിലിം, സംഗീത നിശകൾ എന്നിവയും വിവിധ പ്രായക്കാർക്കുള്ള കലാ കായിക പരിപാടികളും ഉണ്ടാകും. ഓരോന്നിലും നാട്ടിൽ നിന്നും അതിഥികൾ എത്തും. 15 ഏരിയ കമ്മിറ്റികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മുടെ സംഘടനാ പ്രവർത്തകർ ഇതിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സംഘടനാ തലത്തിലുണ്ടാവുന്ന ശക്തി അത് കുറച്ചുകൂടി ബലപ്പെട്ടുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സൗദിയിലെ കേഡർ സംഘടനകളിൽ ഒന്നായ കേളിയുടെ പ്രവർത്തനങ്ങളുടെ ആഘോഷം കൂടിയാകും സിൽവർ ജൂബിലി. മീഡിയ വൺ, റിയാദ്. കുവൈറ്റിൽ വസ്മ സീസൺ വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് അൽ ഉജാരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സീസൺ സമക്, ഗഫ്ര, സബാന എന്നിങ്ങനെ 4 ഘട്ടങ്ങളായി വിഭജിച്ചു. ആദ്യഘട്ടമായ അൽ അവയിൽ പകൽ സമയം കുറയുകയും രാത്രികൾ നീളുകയും ചെയ്യും. ചൂടുള്ള പകലും തണുത്ത രാത്രികളും ഈ കാലയളവിന്റെ പ്രത്യേകതയാണെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ദേശാടന പക്ഷികളുടെ വരവിനും ഈ കാലയളവ് അനുയോജ്യമാണെന്ന് നിരീക്ഷകർ പറഞ്ഞു. സൗദി അറേബ്യയിൽ നടക്കാനിരിക്കുന്ന 2034 ഫിഫ ലോകകപ്പ് നവംബറിൽ ആരംഭിക്കുമെന്ന് സൂചന. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി ഫിഫ അറിയിച്ചു. 2030 വരെയുള്ള ഫിഫ മത്സരങ്ങളുടെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എങ്കിലും കാലാവസ്ഥാ മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ഫുട്ബോൾ സീസണുകളുടെയും ഫിഫ വേൾഡ് കപ്പ് ടൂർണമെന്റുകൾ പരമ്പരാഗതമായി ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് നടക്കാറ്. എന്നാൽ 2022 ഖത്തറിൽ ചൂടൊഴിവാക്കാൻ നവംബർ, ഡിസംബർ മാസങ്ങളിലായിരുന്നു ടൂർണമെന്റ്. സൗദി അറേബ്യയിൽ 9 വർഷത്തിനു ശേഷം 2034 നടക്കാനിരിക്കുന്ന വേൾഡ് കപ്പിനും സമാനമായിരിക്കും പരിഹാരം. ഈ വിഷയത്തിൽ പല ടീമുകളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭാവിയിലെ അന്താരാഷ്ട്ര ടൂർണമെന്റുകളുടെ ഷെഡ്യൂളിംഗ് മാറ്റേണ്ട സാഹചര്യം വരുമെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ചൂണ്ടിക്കാട്ടി. റോമിൽ യൂറോപ്യൻ ക്ലബ് അസോസിയേഷന്റെ ജനറൽ അസംബ്ലിയിലായിരുന്നു ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ടൂർണമെന്റിൽ കൂടുതൽ ടീമുകൾ എത്തുന്നത് സംബന്ധിച്ചും തർക്കങ്ങളുണ്ട്. പക്ഷേ പ്രേക്ഷക പങ്കാളിത്തം, ജനപ്രീതി, വരുമാനം എന്നിവയുടെ കാര്യത്തിൽ മുൻ മത്സരങ്ങൾ വൻ വിജയമായിരുന്നു. സൗദിയിലെ വേൾഡ് കപ്പിൽ 48 ടീമുകൾ ഉണ്ടാകും. ഒരു രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പായിരിക്കും ഇത്. 2026, 2030 വേൾഡ് കപ്പുകൾ ഒരേ സമയം വിവിധ രാജ്യങ്ങളിലാണ് സംഘടിപ്പിക്കുന്നത്. അഫ്താബ് റഹ്മാൻ, മീഡിയ വൺ, റിയാദ്. ഇനി മറ്റ് ഗൾഫ് വാർത്തകൾ നോക്കാം വളരെ വേഗത്തിൽ. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് തൊഴിലാളികൾക്കായി വിദാർ ബോധവൽക്കരണം സംഘടിപ്പിച്ച ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. അൽഖോർ സ്പോർട്സ് ക്ലബിൽ നടന്ന പരിപാടിയിൽ 1000-ലേറെ പേർ പങ്കെടുത്തു. ഖത്തറിൽ കരിയർ അസിസ്റ്റൻസ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ AI പഠന ക്യാമ്പയിൻ ആരംഭിച്ചു. ബിൻഷാദ് പുനത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മുഹമ്മദ് ഷാക്കിർ ക്ലാസ് എടുത്തു.
ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി ഇൻകാസ് ഖത്തർ മലപ്പുറം ജില്ലാ കമ്മിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹൈദർ ചുങ്കത്തറ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മുഹമ്മദ് അഫ്ലഹ് ക്ലാസ് നയിച്ചു. ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ വനിതാ വേദി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ലിജീഷ് പി ഉദ്ഘാടനം ചെയ്തു. ഷംന ബിനോജ് അധ്യക്ഷത വഹിച്ചു. ഖത്തറിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സൗത്ത് കേരള എക്സ്പാറ്റ്സ് അസോസിയേഷൻ ആദരിച്ചു. പ്രസിഡന്റ് അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് പ്രവാസി അസോസിയേഷന്റെ ഓണോത്സവം 2025 സമാപിച്ചു. മെഗാ പൂക്കള മത്സരത്തിൽ ടീം പേൾ ചാമ്പ്യന്മാരായി. ദമാം പട്ടാമ്പി കൂട്ടായ്മയുടെ വാർഷിക ആഘോഷം സമാപിച്ചു. താജുദ്ദീൻ വടകര, നിഷാദ് എന്നിവർ മുഖ്യാതിഥികളായി. ദമാം കോട്ടയം പ്രവാസി കൂട്ടായ്മ നൊറാഖ് ഓണാഘോഷം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് നജ്മുദ്ദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 25 വർഷം പൂർത്തിയാക്കിയ പ്രവാസികളെ ആദരിച്ചു. CBSE ശാസ്ത്ര പ്രദർശന മത്സരത്തിൽ ദമാം അൽ മുന സ്കൂളിന് 1ാം സ്ഥാനം. ക്ലസ്റ്റർ തല ക്വിസ് മത്സരത്തിൽ വെങ്കലവും നേടി. വിജയികളെ സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും അനുമോദിച്ചു. ആരോഗ്യമേഖലയിലെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ദുബായ് ഹെൽത്ത് കെയർ സിറ്റി വൻ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. 130 കോടി ദിർഹം ചെലവിലാണ് ആദ്യഘട്ട വികസന പദ്ധതി നടപ്പാക്കുക. ഈ വർഷം ഡിസംബറിൽ ആദ്യഘട്ടത്തിന് നിർമ്മാണം ആരംഭിക്കും. വിപുലമായ സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോംപ്ലക്സ്, ലീഡ് പ്ലാറ്റിനം സർട്ടിഫൈഡ് ടവർ എന്നിവയാണ് ആദ്യഘട്ട വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്നത്. 2027 നവംബറിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് CEO ഇസ്ലാം ഗലദാരി പറഞ്ഞു. കുവൈറ്റിൽ സന്ദർശന വിസ പ്രോസസ്സിംഗിൽ കാലതാമസം നേരിടുന്നതായി പരാതികൾ. ആവശ്യമായ രേഖകൾ സമർപ്പിച്ചിട്ടും 1 മാസത്തിലധികം കാത്തിരിക്കേണ്ടി വരുന്നതായി പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സാങ്കേതിക പ്രശ്നങ്ങൾ, ഭരണപരമായ ഘടകങ്ങൾ, സിസ്റ്റം ബാക്ക്ലോഗ്, സുരക്ഷാ പരിശോധനകൾ തുടങ്ങിയവയാണ് കാലതാമസത്തിന് പ്രധാന കാരണമെന്ന് ഇമിഗ്രേഷൻ വിദഗ്ധർ പറഞ്ഞു. വിസിറ്റ് വിസയുടെ ഔദ്യോഗിക പ്രോസസ്സിംഗ് സമയം സാധാരണയായി 7 മുതൽ 10 പ്രവൃത്തി ദിവസമാണ്. വൈകിയ അപേക്ഷകൾക്കായി ഓൺലൈൻ സ്റ്റാറ്റസ് ട്രാക്കിംഗ് സംവിധാനം സുതാര്യത വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ധർ പറഞ്ഞു. കുവൈറ്റിൽ വെൻഡിംഗ് മെഷീനുകൾ വഴി മരുന്നുകളും മെഡിക്കൽ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ശക്തമാക്കി. മരുന്ന് വിൽപ്പനയ്ക്കുള്ള അനുമതി ലഭിച്ച ഫാർമസികൾക്ക് മാത്രമേ വെൻഡിംഗ് മെഷീനുകൾ പ്രവർത്തിപ്പിക്കാനാകൂവെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അബാദി പറഞ്ഞു. കാലഹരണപ്പെട്ടതോ രജിസ്റ്റർ ചെയ്യാത്തതോ ആയ ഉൽപ്പന്നങ്ങൾ വിൽക്കരുതെന്നും നിർദ്ദേശമുണ്ട്. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശനമായ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. മരുന്നുകളുടെ സുരക്ഷിതവും നിയന്ത്രിതവുമായ വിതരണം ഉറപ്പാക്കുകയാണ് പുതിയ തീരുമാനത്തിന്റെ ലക്ഷ്യം. വിൻസ്മേര ജ്വല്ലറിയുടെ ഗൾഫിലെ ആദ്യ ഷോറൂം ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചു. നടൻ മോഹൻലാലാണ് ഷാർജ റോളയിൽ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം ആദ്യമായി ഗൾഫിലെത്തുന്ന ലാലേട്ടനെ സ്വീകരിക്കാൻ വൻ ജനാവലിയാണ് ഷാർജയിൽ ഒത്തുകൂടിയത്. മോഹൻലാൽ എത്തുന്നുവെന്ന വാർത്തയറിഞ്ഞ് മണിക്കൂറുകൾക്ക് മുമ്പ് ഷാർജ റോളയിലെ തെരുവുകൾ മുതൽ സമീപത്തെ കെട്ടിടങ്ങളുടെ ബാൽക്കണികൾ വരെ ആളുകളെ കൊണ്ട് നിറഞ്ഞു. കാത്തിരിപ്പിനൊടുവിൽ ലാലേട്ടന്റെ സ്റ്റൈൽ ആൻഡ് എൻട്രി. വിൻസ്മേരയുടെ UAE ആദ്യ ഷോറൂമിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ച ശേഷം ലാലേട്ടൻ ആരാധകർക്ക് മുന്നിലേക്ക്. അറബ് ലോകത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റലായ ഷാർജയിൽ വിൻസ്മേരയുടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ അഭിമാനവും സന്തോഷവും ഉണ്ട്. ഓരോ വ്യക്തിക്കും ഓരോ അഭിരുചിക്കും അനുസരിച്ചുള്ള ഓരോ ആഭരണമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിൻസ്മേര ഒരുക്കുന്ന ആഭരണങ്ങൾ ആദ്യ നോട്ടത്തിൽ തന്നെ നിങ്ങൾ കുതിച്ചു പോകും. വിൻസ്മേരയുടെ പരസ്യ വാചകം പറയുന്ന പോലെ ആരും കുതിച്ചു പോകും. ദാദാ ഫാൽക്കെ അവാർഡ് നേട്ടത്തിന്റെ ആഘോഷവും ഇതോടൊപ്പം നടന്നു. എല്ലാ ഗവൺമെൻറ് അതോറിറ്റികളോടും അതുമായി എടുത്ത ഭരണാധികാരികളോടും എല്ലാം ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അത്രയും നല്ലൊരു ഇവൻ്റ് ഇത്രയും ആൾക്കാരും ഇത്രയും റോള കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. വിൻസ്മേര വർഷങ്ങളായി ഇൻ്റർനാഷണലാണ്. ഒരേ ഒരു വ്യത്യാസം മാത്രം ഉണ്ടായിരുന്നു. ഇതുവരെ ഞങ്ങൾ മാനുഫാക്ചറിങ്, ഹോൾസെയിൽ, എക്സ്പോർട്ട്, ഇമ്പോർട്ട് ഇന്ന കാര്യങ്ങളായിരുന്നു. ഇന്ന് തൊട്ട് ദുബായിലെയും UAE ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഷോറൂമുകളിൽ വന്നിട്ട് അവർക്ക് ഞങ്ങളുടെ ജ്വല്ലറിയുടെ നല്ല ഡിസൈൻസ്, നല്ല കളക്ഷൻസ് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇന്നത്തെ പ്രത്യേകത. വിൻസ്മേരയുടെ ദുബൈയിലെയും അബുദാബിയിലെയും ഷോറൂമുകൾ കൂടി ഇന്ന് മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യും. മീഡിയ 1 ഷാർജ.
ദുബായ് ജൈറ്റക്സിനോട് അനുബന്ധിച്ച് സ്റ്റാർട്ടപ്പുകൾക്കായി സംരംഭക വാരം സംഘടിപ്പിക്കുന്നു. ജൈറ്റക്സ് സംഘാടകരായ എക്സ്പാൻഡ് നോർത്ത് സ്റ്റാറിന്റെ കമ്മ്യൂണിറ്റി പാർട്ണറായ സെൻട്രലാണ് സംരംഭക വാരം പ്രഖ്യാപിച്ചത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസിനസ് ഹബ്ബാണ് സെന്റർ. നിക്ഷേപകരെയും ഇന്നോവേറ്റർമാരെയും ശാക്തീകരിക്കാനായാണ് ഒക്ടോബർ 12 മുതൽ 17 വരെ സംരംഭക വാരം ഒരുക്കുന്നത്. വളർന്നുവരുന്ന സാങ്കേതികതകൾ, നിക്ഷേപാവസരങ്ങൾ, ആഗോള ബിസിനസ് വ്യാപനങ്ങൾ എന്നിവയിലെ ക്യൂറേറ്റഡ് സെഷനുകളാണ് സംരംഭക വാരത്തിൽ ഉണ്ടാവുകയെന്നും സംഘാടകർ ദുബൈയിൽ പറഞ്ഞു. സെൻട്രൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ഇസ് എ കമ്മ്യൂണിറ്റി പാർട്ണറാണ് നോർത്ത് സ്റ്റാറിന്റെ. സ്റ്റാർട്ടപ്സ് ക്യാൻ കം ആൻഡ് രജിസ്റ്റർ ആൻഡ് അവർക്ക് ഡെമോസ് ചെയ്യാം, ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോഫൗണ്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാം, പിന്നെ അവരുടെ ഐഡിയാസ് വാലിഡേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ദേ ക്യാൻ ഡു എ ഫാന്റാസ്റ്റിക് നെറ്റ്വർക്കിംഗ്. ഡിജിറ്റൽ രംഗത്തെ നൂതന പ്രവണതകൾ, ക്രിപ്റ്റോ കറൻസി, നിർമ്മിത ബുദ്ധി തുടങ്ങിയവ സംബന്ധിച്ച സെഷനുകളിൽ വിദഗ്ധർ പങ്കെടുക്കും. മീഡിയ 1 ദുബായ്. അനുമതിയില്ലാതെ സ്കൂളുകളിൽ പരിപാടികൾ സംഘടിപ്പിച്ചതിനെ തുടർന്ന് നിരവധി സ്കൂൾ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്ന് കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയം. സർക്കാർ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിൽ അടിയന്തര അന്വേഷണത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടു. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റുകയായിരുന്നു. കുവൈറ്റിലെ ജല ഉപഭോഗം ഉൽപാദന നിരക്കിനേക്കാൾ 55 ദശലക്ഷം ഗാലൻ കൂടിയെന്ന് വൈദ്യുതി ജലമന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച 501 ദശലക്ഷം ഗാലനിലെത്തിയപ്പോൾ ഉൽപാദനം 446 ദശലക്ഷം ഗാലനായിരുന്നു. നിരവധി ജല ഉൽപാദന പ്ലാന്റുകളിലെ അറ്റകുറ്റപ്പണികളാണ് ക്ഷാമത്തിന് കാരണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പൗരന്മാരും പ്രവാസികളും വെള്ളം സൂക്ഷ്മമായി ഉപയോഗിക്കണമെന്നും പാഴാക്കൽ ഒഴിവാക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വെള്ളമൊഴുകുന്ന വാർഡുകളിൽ അനധികൃതമായി മാലിന്യം തള്ളുന്നതിനെതിരെ മസ്കറ്റ് മുനിസിപ്പാലിറ്റി. മാലിന്യം അടിഞ്ഞുകൂടുന്നത് മഴവെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും മഴക്കാലത്ത് വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ പറഞ്ഞു. വാർഡുകളും ഡ്രെയിനേജ് ശൃംഖലകളും വ്യക്തവും പ്രവർത്തനക്ഷമവുമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റി ടീമുകൾ ഫീൽഡ് പരിശോധനകളും ശുചീകരണ പ്രവർത്തനങ്ങളും തുടരുന്നുണ്ട്. യാത്രക്കാരെ കൊണ്ടുപോകാൻ സ്വകാര്യ കാർഗോ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിയുമായി റോയൽ ഒമാൻ പോലീസ്. ഇത്തരം രീതികൾ ജീവൻ അപകടത്തിലാക്കുക മാത്രമല്ല, ഒമാന്റെ ഗതാഗത സംവിധാനത്തിന്റെയും റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളെയും ദുർബലപ്പെടുത്തുന്നതാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അൽ വുസ്ത ഗവർണറേറ്റിലെ നിയമലംഘകർക്കെതിരെ ROP നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിം വേൾഡ് ലീഗ് മുൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ അബ്ദുള്ള ഉമർ നസീഫ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സൗദി ഷൂറ കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിരുന്നു. സൗദിയുടെ വിവിധ സർവകലാശാലകളിൽ പ്രത്യേക ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ വിവിധ അന്താരാഷ്ട്ര വേദികളിലും എത്തിച്ചിരുന്നു. വൈകിട്ട് ജിദ്ദ ജുഫാലി മസ്ജിദിലായിരുന്നു ഖബറടക്ക ചടങ്ങ്. ഗസ വംശഹത്യ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നതിൽ നിർണായക പങ്കുവഹിച്ച മാധ്യമപ്രവർത്തകൻ സ്വാലിഹ് അൽ ജഫ്രാവിയെ കൊലപ്പെടുത്തി. ഇന്ന് രാവിലെ മുതൽ കാണാതായ ജഫ്രാവിയെ വൈകിട്ടാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഗസ സിറ്റിയിലെ അൽ സബ്രയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇസ്രായേൽ സൈന്യം നടത്തിയ നാശം ഡോക്യുമെന്റ് ചെയ്യുന്നതിനിടെയാണ് കൊലപാതകം. ഇസ്രായേലിന്റെ മിലീഷ്യ ഗ്രൂപ്പാണ് കൊലപ്പെടുത്തിയതെന്ന് ആരോപണമുണ്ട്.